1000ാമത് എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 ജയരാജന്മാർ ഒന്നിക്കുന്നു എന്നതാണ്. അടുത്ത പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിലും ഇ.പി. ജയരാജൻ കാണും പോലെയല്ല. വിമർശനങ്ങളോട് സഹിഷ്ണുത നന്നായി പ്രകടിപ്പിക്കുമത്രേ. എന്നെക്കുറിച്ച് തന്നെ ഡെമോക്രസിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോടെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോട് പൊതുവേ ഒരു നല്ല അഭിപ്രായമാണ് തോന്നിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ ഉണ്ടാകുന്ന സംഭവഗതികളെ അതാത് കാലഘട്ടത്തിൽ അതിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടത്തക്ക നിലയിലുള്ള ഒരു പ്രത്യേക പതിപ്പായിട്ടാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും നല്ലൊരു സംരംഭമാണ്. എനിക്കതിനോട് വിമർശനാത്മകമായാലും അതല്ലെങ്കിലും അതിനോട് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ കാണുകയും അതിലുള്ള വിമർശനാത്മകമായ കാര്യങ്ങൾ പരിശോധിക്കുകയും അതിൽ വല്ല പെശകളും തെറ്റുകളുമുണ്ടോ എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കുറേ ഒരു തിരുത്തൽ പ്രക്രിയക്ക് സഹായകരമായിരിക്കും, ആസ്വാദകർക്ക് സന്തോഷകരമായിരിക്കും. TV ചാനലിന് അത് വലിയ പ്രശസ്തി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ശുംഭൻ ഫെയിം MV ജയരാജൻ കുഴപ്പത്തിൽ ചാടിയതു തന്നെ ഡെമോക്രസിയെ കൂട്ടുപിടിച്ചതിനാണത്രേ. ആക്ഷേപഹാസ്യ വിമർശകർ പറയുന്നത് പോലുള്ള രൂക്ഷ വിമർശനം ഉയർത്താൻ ജഡ്ജിക്കെതിരെ ശുംഭൻ പ്രയോഗം നടത്തിയതിന് ജയരാജൻ ജയിലിലായി. എന്നാൽ ഡെമോക്രസിയെ ആരും ജയിലിലടച്ചില്ലല്ലോ എന്നൊരു സങ്കടം ഇപ്പോഴും ബാക്കി. യഥാർത്ഥത്തിൽ ഫലിതരൂപേണ പ്രസംഗത്തിൽ ഒരു വാക്ക് കടന്നു വന്നതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ കേസിൽ 28 ദിവസത്തേക്ക് എന്നെ ശിക്ഷിച്ചത്. ഞാനെന്ന യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ജയിലിൽ പോകാൻ തയ്യാറായത് ഇത്തരത്തിൽ നിരവധി ചാനലുകളുടെ പരിപാടികൾ ആക്ഷേപഹാസ്യ രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളെയും സംവിധാനങ്ങളിലുള്ള വ്യക്തികളെയും അതിശക്തവും നിശിതവുമായ രീതിയിൽ വിമർശിക്കുമ്പോഴും ഒരു കോടതിയലക്ഷ്യ കേസും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന ചിന്തയോടുകൂടിയാണ് പോയത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പിരിമുറുക്കം കുറക്കാൻ കൂടി സഹായകരമായ ഒരു പരിപാടിയാണിത്. P. ജയരാജൻ പക്ഷേ പണ്ടേ ഗൗരവക്കാരനാണ്. ഇത്തരമൊരു ആക്ഷേപഹാസ്യ പരിപാടി നമ്മുടെ പഴയ അച്ചടിപത്രങ്ങളിലെ കാർട്ടൂണുകളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാർട്ടൂണുകളിലൂടെ പൊതുരംഗത്തുള്ള പലരെയും നല്ല നിലക്ക് വിമർശനങ്ങൾ നടത്താറുണ്ട്. അതേപോലെ ദൃശ്യമാധ്യമങ്ങൾ വന്ന അവസരത്തിൽ ആക്ഷേപഹാസ്യ പരിപാടികൾ മിക്കവാറും ചാനലുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആക്ഷേപഹാസ്യ പരിപാടികൾക്ക് സ്വാഭാവികമായിട്ടും ഇരയാവുന്ന ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങളിലൂടെ ഉയർത്തുന്ന വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും നല്ല വീക്ഷണമുള്ള എല്ലാ പൊതുപ്രവർത്തകന്മാരും നല്ല സ്പിരിറ്റിലാണ് എടുക്കാറുള്ളത്. PK ശ്രീമതിക്കും മറിച്ചൊരു നിലപാടല്ല. അതിലെനിക്ക് തോന്നുന്നത് രാഷ്ട്രീയക്കാരെ മാത്രമൊന്നുമല്ല, എല്ലാ മേഖലയിൽപ്പെട്ടവരെയും ഒരുപക്ഷെ അതിനെ കൃത്യമായിട്ടെടുത്ത് അതിനെ അനലൈസ് ചെയ്ത് എന്നിട്ട് മറ്റ് ചില ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ആ രീതി എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിഷ്ടമാണ്. അതിപ്പോൾ എന്നെ ആയാലും മറ്റുള്ളവരെ ആയാലും സ്വീകാര്യമാണ് എന്ന് പറയുന്നത് അതീവ സന്തോഷകരം തന്നെ. അപ്പോൾ പിന്നെ കോടിയേരിയുടെ അഭിപ്രായം പറയുകയേ വേണ്ട. പലരെയും ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിലാണ് അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ പരിപാടി വഴി സാധിക്കുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രനും ഇതൊരു തിരുത്തൽ ശക്തിയാണ്. സഖാവ് PK എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും വിമർശിക്കുമ്പോൾ ആദ്യമായി സ്വന്തം ഹൃദയത്തിലേക്ക് ഒരു ടോർച്ച് തെളിയിക്കണമെന്ന്. അതുപോലെ ഈ ഡെമോക്രസി കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിനകത്തേക്ക് ഹൃദയത്തിലേക്ക് ഒരു ടോർച്ച് തെളിയിക്കും, നമുക്ക് ഇതിലുള്ള അപാകത എന്താണെന്ന്. ഉദാഹരണമായി ചില രംഗത്ത് നമ്മൾ ചില ചലനങ്ങൾക്ക് വളരെ മനോഹരമായി പകർത്തും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും അതൊരു ചലനം മോശമായില്ലേ എന്നൊരു തോന്നൽ. തിരുത്തലിന്റെ കാര്യത്തിൽ കോൺഗ്രസുകാരും വ്യത്യസ്തരല്ല. ഉദാഹരണത്തിന് പ്രതാപവർമ്മ തമ്പാന്റെ ഉള്ളം നിറയെ തന്നെ വിമർശിച്ചതിന്റെ ഓർമ്മകളാണ്.
എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, എന്നാൽ വളരെ തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് പൊതുപ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും എല്ലാം നേർവഴി കാട്ടുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. എനിക്ക് തന്നെ വളരെയധികം അനുഭവങ്ങളുണ്ട്. ഡെമോക്രസിയുടെ ഒരു പിന്നെ കഠിനമായ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്കും പലപ്പോഴും. പക്ഷേ എനിക്കത് തോന്നിയിട്ടുള്ളത് ഈ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. പുതിയ കാലത്തിന്റെ താരം KC അബുവിന്റെ വീക്ഷണവും വ്യത്യസ്തമല്ല. ഏത് രംഗത്തുള്ള ആളുകളെ കുറിച്ചാണ് ആണെങ്കിലും അവരെക്കുറിച്ച് സ്തുതി മാത്രം പറയുന്നതല്ല ശരി. അവരെ നല്ല ഭാഗങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ അവരെ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളെ ശാസിക്കാനും വേണ്ടേ, തിരുത്താനും വേണ്ടേ ആളുകൾ. എന്നോടൊക്കെ ആർക്കും ശാസിക്കാം, ഞാനൊക്കെ അവിടെ. പക്ഷേ എന്നെക്കാളൊക്കെ എത്രയോ മുകളിലുള്ള വലിയ നേതാക്കന്മാരെ വരെ നിങ്ങളിതിനകത്ത് കാണിച്ച് അവരൊന്നും നേരെ മുമ്പിൽ ചെന്നാരും അവർക്കൊരബദ്ധം പറ്റിയാൽ പോലും പറയില്ല. അപ്പം നിങ്ങളിത് കാണിക്കുന്നത് ഒരു ധൈര്യമാണ്, നല്ലതാണ്. ഷാനിമോൾ ഉസ്മാൻ ഡെമോക്രസി മുന്നിൽ കണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വന്നുകൂടായികയില്ല. വിമർശനങ്ങളുടെ സീമ കടക്കാതെ, വിമർശിക്കുന്നവരെ വല്ലാതെ നൊമ്പരപ്പെടുത്താതെ നടത്തുന്ന ഈ പരിപാടി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി തന്നെയാണ്. ആക്ഷേപ ഹാസ്യം ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. തിരക്കിട്ട് അല്ലെങ്കിൽ വല്ലാതെ ടെൻഷൻ ഉള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഒരു ദിവസം തീരാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ഹാസ്യ പരിപാടികൾ തീർച്ചയായിട്ടും മനസ്സിനെ ഒന്ന് നിർമ്മലപ്പെടുത്തുവാൻ ഉപകരിക്കുമെന്നുള്ളതിന് നമുക്ക് സംശയം വേണ്ട. എല്ലാത്തിനും മേലെയാണ് ഡെമോക്രസിയിലെ സ്ഥിരം താരമായ ഉഴവൂർ വിജയൻ. കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തുന്ന കാര്യത്തിൽ കുഞ്ചൻ നമ്പ്യാരെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ നർമ്മരസം തുളുമ്പി നിൽക്കുന്ന വാക്കുകൾ കൊണ്ട് ശക്തമായി പ്രതികരിക്കാൻ ഡെമോക്രസിക്ക് കഴിയുന്നുണ്ട് എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയുന്നതിന്, അല്ലെങ്കിൽ സത്യസന്ധമായി പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഡെമോക്രസി പരിപാടിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസിയിലൂടെ എന്നെ വിമർശിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ആവേശമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക, അതുപോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് കടുപ്പമുള്ള കാര്യങ്ങളിലൂടെ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഒരു ചാനൽ കടന്നു വരേണ്ടത്. അതുകൊണ്ട് എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഡെമോക്രസി 10 മണിയാകുമ്പോൾ, വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ തീൻമേശയുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ അടുക്കളയിലേക്ക്, അല്ലെങ്കിൽ വായനശാലയിലേക്ക് ഒക്കെ ഡെമോക്രസി കടന്നു വരികയാണ്. ഇനിയും കടന്നു വരുമെന്ന വാഗ്ദാനത്തോടെ അടുത്ത ഇടവേളയിലേക്ക്. വളരെ ശക്തമായ മൂർച്ചയുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ, ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലാതെ ഈ നാട് നന്നായി കാണണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് നടത്തുന്ന നിറവും നിറവും വാഴാനൊരു തിറയും